അങ്ങനെ വസുദേവൻ്റെ ഭവനത്തിന് മുന്നിലെത്തിയ നന്ദനെ വസുദേവൻ വേഗത്തിൽ ചെന്ന് എതിരേറ്റ് വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ചു. നന്ദനെ വസുദേവൻ യഥോചിതം സൽക്കരിച്ചു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സ്നേഹവും സന്തോഷവും പങ്കുവച്ചു. അതിനിടയ്ക്ക് വസുദേവൻ ചോദിച്ചു, ഗോകുലത്തിൽ എല്ലാവരും സുഖമായും സ്വൈരമായും കഴിയുന്നുണ്ടോ? ഗോപാലന്മാരെല്ലാം സ്വസ്ഥമായിട്ടല്ലേ ജീവിക്കുന്നത്? വസുദേവൻ സ്നേഹപൂർവ്വം നന്ദൻ്റെ കുശലങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിയിലെ കോമളന്മാരായ ബാലന്മാരെല്ലാം സുഖമായി വളരുന്നുണ്ടല്ലോ. മഹാഭാഗനായ അങ്ങയ്ക്ക് ഈ വാർദ്ധക്യകാലത്ത് ഒരു പുത്രനായി ഉണ്ടായത് മൂലം എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഞാൻ വലിയ ഭാഗ്യദോഷിയാണെങ്കിലും അങ്ങയുടെ പുത്രൻ എൻ്റെ സ്വന്തം പുത്രനാണെന്ന് തന്നെ ആത്മാവിൽ തോന്നിപ്പോകുന്നു. ഇപ്രകാരം വസുദേവൻ പ്രീതിയോട് പറയുന്നത് കേട്ട് നന്ദൻ ആനന്ദിച്ചു. നന്ദൻ പറഞ്ഞു, ഗോകുലത്തിൽ എല്ലാവരും നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് ആപത്തുകളൊന്നും തൽക്കാലമില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. അതറിയാൻ നമുക്കാവതില്ലല്ലോ. ആലോചിച്ചു നോക്കിയാൽ വിധി അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് തന്നെ പറയണം. വിധി നിശ്ചയം മാറ്റാൻ ആർക്കാണ് കഴിയുക? കല്യാണശീലനായ അങ്ങയുടെ ഭാര്യ ദേവകി പ്രസവിച്ച കുഞ്ഞുങ്ങളെ കംസൻ വധിച്ചത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വരൻ്റെ കളിയെന്നല്ലാതെ എന്ത് പറയട്ടെ, സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. രസകരമായ ഒരു സന്ദർഭമാണിത്. നന്ദഗോപന് യശോദയിൽ ജനിച്ചത് പുത്രിയാണെന്ന് വസുദേവൻ അറിയാമല്ലോ. അപ്പോൾ പുത്രനായി ഓമനിച്ച് വളർത്തുന്ന വാസ്തവത്തിൽ വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനെയാണ്. ഈ സത്യം നന്ദഗോപൻ അറിഞ്ഞുകൂടാ. അവർ രണ്ടുപേരും ഒരുമിച്ച് നന്ദൻ്റെ പുത്രലാഭത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. വസുദേവനും നന്ദഗോപനും കൂടി സംഭാഷണത്തിൽ മുഴുകിയത് ആത്മബന്ധത്തിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ടാണ്. അവർ ബന്ധുക്കളാണ്. വസുദേവൻ്റെ അച്ഛനായ ശൂരൻ്റെ അമ്മയുടെ സഹോദരന് വൈശ്യസ്ത്രീയിൽ ജനിച്ച പുത്രനാണ് നന്ദൻ. ഉറ്റമിത്രങ്ങളായ അവർക്ക് കംസൻ്റെ നേർക്കുള്ള ഭയം മൂലം ഒരുമിച്ച് ചേർന്ന് സ്വൈരസല്ലാപത്തിൻ്റെ സുഖം നുകരാൻ കഴിയാറില്ല. കംസൻ്റെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. എങ്കിലും ഈ സന്ദർഭം അവർ നല്ലവണ്ണം ആസ്വദിക്കാൻ തന്നെ ഉപയോഗിച്ചു. ശേഷം നന്ദഗോപൻ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നു. വസുദേവന് പിറന്ന പുത്രിയെ കംസൻ കാലിൽ പിടിച്ച് തൂക്കി പാറയിലടിച്ച് തല തകർക്കാൻ ശ്രമിച്ചതും ആ പുത്രി കംസൻ്റെ കയ്യിൽ നിന്ന് ഉയർന്ന് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമായ വൃത്താന്തം നന്ദഗോപനും കേട്ടിരിക്കുന്നു. നന്ദഗോപൻ പറയുന്നു, ആ അത്ഭുതം ഞാൻ കേട്ടു. പുത്രിയെ കൂടി നഷ്ടപ്പെട്ടത് നിമിത്തം ഇനി വാർദ്ധക്യത്തിൽ എന്താണ് ഒരാശ്രയം? അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഏത് ദുഃഖവും ശമിപ്പിച്ച് സംരക്ഷിക്കാൻ ഈശ്വരനുണ്ടല്ലോ. എല്ലാവർക്കും എപ്പോഴും ആത്മബന്ധുവായത് സർവ്വലോകാത്മകനായ ഈശ്വരനാണ്. ആലോചിച്ചു നോക്കിയാൽ നാം അനുഭവിക്കുന്ന